നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിൽ രസഗുള ഉണ്ടാക്കാം. പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒട്ടും സമയം കളയേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ 1 ലിറ്റർ പാലിലാണ് രസഗുള ഉണ്ടാക്കാനായിട്ട് എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ പാല് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റൗ ഓണാക്കിയിട്ട് അപ്പോൾ പാല് ചേർത്ത് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഈ പാത്രത്തിൻ്റെ അടിയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ വലുതായിട്ടിത് അടിയിൽ പിടിക്കത്തില്ല. എന്നിട്ട് നമ്മൾ കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കണം കേട്ടോ. ഒട്ടും അടിയിൽ പിടിക്കരുത്. അടിയിലിത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രസഗുളയ്ക്ക് അറിയാലോ, കരിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രസഗുളയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടാവില്ല, കഴിക്കാൻ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നല്ലതുപോലെ ഇതുപോലെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ അതേ പാലൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ അടുത്ത പരിപാടി നടത്തണം. ഇനി നമ്മൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ്. വൈറ്റ് വിനാഗിരി ചേർക്കണം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ അതാ 2 ടീസ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുക്കണം, ഒരുമിച്ച് ഒഴിക്കാൻ പാടില്ല. കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ചേർത്ത വിനാഗിരി പോരാ, കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കണം. ഇതാ ഇപ്പം ഇങ്ങനെ മാറ്റി നോക്കിയപ്പോഴത്തേക്ക് ആ പാലിൽ നിന്ന് മാറി വരുന്ന വെള്ളമുണ്ടല്ലോ, അത് ഒരു പച്ച കളർ, ലൈറ്റ് പച്ച കളറാകുന്നത് വരെ നമ്മൾ ഈ വിനാഗിരി ഒഴിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നാരങ്ങ നീരായാലും മതി. എന്നിട്ടിതാ ഇതുപോലെ ഇളക്കി കൊടുത്തു നമ്മൾ ശ്രദ്ധിച്ച് നോക്കണം, ഈ പച്ച കളറിലോട്ട് ആകുന്നുണ്ടോ എന്ന് നോക്കണം. ഈ പാലിൽ നിന്ന് മാറി വരുന്ന വെള്ളമില്ലേ, അത് പച്ച കളറാകുമ്പോൾ നമുക്കിത് നിർത്താം. പിന്നെ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇപ്പോഴും ഇത് കറക്റ്റ് ആയിട്ടില്ല. അപ്പം നമ്മൾ ഒരു 1/2 ടീസ്പൂണും കൂടെ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ലോയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ ഇതിനായിട്ടുള്ള ഒരു നല്ലൊരു കോട്ടൺ ടവൽ എന്തെങ്കിലും എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കണം. ഒരു പാത്രത്തിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചിരിക്കണം. ദേ കണ്ടോ, പച്ച കളറായി വന്നിട്ടുണ്ട്, ഒരു ചെറിയ പച്ച കളറായി മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ, പിന്നെ ഒട്ടും സമയം കളയരുത്. അപ്പോൾ ഇവിടെ ഇത് റെഡിയാക്കി വെച്ചേക്കണം. ഞാനിവിടെ ഇപ്പുറത്തെ പാത്രം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു കോട്ടൺ തുണി, കനം കുറഞ്ഞ തുണിയാകണം കേട്ടോ, അതായത് ഇതുപോലുള്ളത്, എന്നിട്ട് നനച്ച് പിഴിഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഒരാളും കൂടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ലതാവും കേട്ടോ. ഇതുപോലെയൊക്കെ ഉണ്ടോ, ഈ തുണി ഇങ്ങനെ താഴോട്ട് ആകുന്നുണ്ട്. അപ്പം അതിന് ഒരാളുടെ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നല്ല കാര്യമാവും. പക്ഷേ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്. ഇതുപോലെ ചേർത്ത് കൊടുക്കണം. പിന്നെ ചൂടാണിത്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ തണുത്ത വെള്ളം, ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളം എടുത്ത് വെച്ചിരിക്കണം. എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം. 3-4 പ്രാവശ്യം കൂടെ നമുക്ക് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2-3 പ്രാവശ്യം കൂടെ നമുക്ക് ഈ തണുത്ത വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ പിഴിഞ്ഞിങ്ങെടുക്കണം. ഈ ഒരു ക്ലിപ്പ് ഞാൻ ഒട്ടും കട്ട് ചെയ്തിട്ടില്ല. നല്ലതുപോലെ നമ്മൾ ഒരുപാട് ബലം കൊടുക്കാതെ ഇതുപോലെ പിഴിഞ്ഞെടുക്കണം. ഒരുപാട് ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തുണിയാണെങ്കിൽ അതങ്ങ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ രസഗുളയുടെ ഈ ഇതുണ്ടല്ലോ, അത് കട്ടിയായി പോകും. അങ്ങനെ കട്ടിയിൽ വേണ്ട, അത് നമുക്ക് പനീറിനാണ് നമ്മൾ അങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് കട്ടിയാകാൻ പാടില്ല. അപ്പോൾ ഒരു ബലം ഒരുപാട് പിടിക്കാതെ നമ്മളിത് പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന്, ഇതിപ്പോൾ ഞാൻ രണ്ടാമത് ഒഴിച്ച വെള്ളമാണ്. ഈ വെള്ളം കണ്ടോ, നമ്മൾ ആദ്യം ഇതിൽ നിന്ന് മാറ്റി വെച്ച വെള്ളമാണ്. നല്ല പ്രോട്ടീനുള്ളൊരു വെള്ളമാണ് കേട്ടോ. ഇത് കളയാതെ വെച്ചിരുന്നാൽ നമുക്ക് പൂരി, ചപ്പാത്തി ഇതൊക്കെ നനയ്ക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. നല്ല ഒരു സംഭവമാണത്. അതെടുത്ത് വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഞാൻ അത് കളഞ്ഞിട്ടില്ല, അത് വെച്ചിട്ടുണ്ട്. ബാക്കി ഇതിങ്ങനെ ഒരുപാട് സമയം നമ്മളിങ്ങനെ ഈ തുണിയിലിങ്ങനെ ചുറ്റി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാം. പനീറിനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഈ ടവലിൽ നിന്ന് ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ എടുക്കണം. നന്നായിട്ട് ഇതൊക്കെ കളയാതെ ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ നമുക്കിതൊന്ന്
പൊടിച്ചെടുക്കാം. നല്ലതുപോലെ ഈ കട്ടയൊക്കെ ഒന്ന് പൊടിച്ച് നന്നായിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് കുഴക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. ഇതുപോലെ നമ്മുടെ കൈയുടെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ തേച്ചിത് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴക്കണം, ഇല്ലെങ്കിൽ നമ്മുടെ രസഗുള നമ്മൾ പാനിയിടുന്ന സമയത്ത് പൊട്ടിപ്പോവും. ഇതുപോലെ വരണം. നന്നായിട്ടിത് തേച്ചെടുക്കണം. ഞാനിത് ഇപ്പുറത്ത് മാറ്റി വെച്ചാൽ നമ്മൾ സ്റ്റൗവിൻ്റെ പുറത്തല്ലേ ചെയ്യുന്നത്, ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യുമ്പോൾ സൗകര്യമുണ്ട്, അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ചെയ്യുന്ന ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് അതിൽ 1 കപ്പ് 250 ml ഒരു കപ്പിൽ 1 കപ്പ് പഞ്ചസാര ചേർത്തിട്ട് അതിലേക്ക് 5 കപ്പ്, അതേ കപ്പിൽ തന്നെ 5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ അപ്പുറത്തെ ബർണറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇവിടെ വെച്ചത് ബാക്കി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിട്ടുള്ള ഈ ഒരു രസഗുള ഉണ്ടല്ലോ, അതിനെ നമ്മൾ ഇതുപോലെ ഉരുളകളാക്കി ഉരുട്ടി ഈ ഉരുള നമ്മുടെ കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നല്ലതുപോലെ, നല്ല സോഫ്റ്റാണ്, കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. കണ്ടിട്ടില്ലേ രസഗുള? കാണാൻ തന്നെ നല്ല ചന്തമല്ലേ? അപ്പോൾ ഇതുപോലെ ഉരുട്ടി എടുക്കണം. കഴിയുന്നതും ഒരേ വലുപ്പത്തിൽ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് ലാസ്റ്റ് വന്ന ഒരെണ്ണം കുറച്ച് ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് തന്നെ എത്ര എണ്ണം വേണം അതനുസരിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഇത് വരത്തില്ല. എനിക്കിപ്പോൾ ഇതിൽ 11 1 ലിറ്റർ പാലിൽ നിന്ന് 11 രസഗുളയാണ് കേട്ടോ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ പാനിൽ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ പാനി പരുവമായിട്ടുണ്ട്. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോൾ സ്റ്റൗ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ഇത് നമ്മൾ ഇടാനായിട്ട്. അപ്പോൾ അതേ ഇതിങ്ങനെ ചേർത്ത് കൊടുക്കുക. ഓരോന്നോരോന്ന് ഈ തിളച്ച പാനിയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഇതിട്ടതിന് ശേഷം ഇതുപോലെ ഈ തവി കൊണ്ടിങ്ങനെ ഇതിൻ്റെ ഈ പാനി ഉണ്ടല്ലോ, ഈ പഞ്ചസാര വെള്ളം ഇതിങ്ങനെ കോരി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മുകളിലേക്ക് ഒരു 20 മിനിറ്റ് സമയം ഇങ്ങനെ ഈ പാനിയിൽ ഇങ്ങനെ കിടക്കണം. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് ഞാൻ ആ ക്ലിപ്പ് കാണിക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അത് മറന്നു പോകരുത്, അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം നമുക്ക് ഏകദേശം ഇനി കുറച്ച് പാനിയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മുമ്പ് നമുക്കിത് അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രസഗുളയ്ക്ക് മധുരം ഉണ്ടാവില്ല. അപ്പം നല്ല അടിപൊളി ടേസ്റ്റിൽ. എന്നിട്ടിനി നമ്മളിത് ഇറക്കി വെച്ചിട്ട് തണുത്തിട്ട് ഒരു 1 1.5 2 മണിക്കൂറോളം നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ രസഗുള ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമായി. താങ്ക്